Hello friends, now we will use wireless charging pad. Wireless charging pad. Wireless charging support all devices, iPhones, Samsung device, Google Pixel wireless charging support. Now, Apple iPhone MagSafe charging pad something range. പക്ഷേ നമുക്ക് അതിന് ഒരു ആക്ച്വലി അതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ആണ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ RAEGRന്റെ നമ്മുടെ ഈ ചാർജിംഗ് പാഡ് വേണമെങ്കിൽ നോക്കാട്ടോ. ഇതിന് ആക്ച്വലി 1000 രൂപയുടെ താഴെ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു 900 സംതിങ് ആ റേഞ്ചിലാണ് വരുന്നതുകൊണ്ട് 15 വാട്ട് വരെ നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ഐഫോൺ മാത്രമല്ല നമുക്ക് ഏത് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടുള്ള ഡിവൈസ് നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കുറേ കളറിൽ അവൈലബിൾ ആണ്. ഇതിൽ ഒരു ഗ്രേ കളർ ക്ലോത്ത് ഉള്ള ഒരു ടൈപ്പാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് 15 വാട്ട് വരുന്നുണ്ട്, 10 വാട്ട് വരുന്നുണ്ട്, 7.5 വാട്ട് വരുന്നുണ്ട്, 5 വാട്ട് വരുന്നുണ്ട്, 2.5 വാട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇൻപുട്ട് വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ 5 വോൾട്ട് 2 ആംപിയർ, 9 വോൾട്ട് 2 ആംപിയർ, 9 വോൾട്ട് 2.2 ആംപിയർ ആണ് വരുന്നത്. പിന്നെ ഇതിൽ MRP കൊടുത്തിരിക്കുന്നത് 2499 രൂപയ്ക്കാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് പ്രൈസ് പറഞ്ഞു, ഈ ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വയർലെസ് സപ്പോർട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഐഫോൺ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവായിട്ട് MagSafeന് വരെ ഓൾട്ടർനേറ്റീവ് വാങ്ങിക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് ഒരു വയർലെസ് ചാർജിങ് പാഡ് തന്നെ വേണമെങ്കിൽ പറയാം. അതും ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് അൺബോക്സിംഗ് പോകുന്നതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൽ വെച്ച് നമ്മൾ ആമസോണിൽ തുടങ്ങിയത് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ വിളിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ RAEGRന്റെ ബോക്സ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത് RQ1 എന്നാണ്. 15 വാട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കളർ ഇവിടെ എഴുതിയിട്ടുണ്ട്. വയർലെസ് ചാർജിങ് പാഡിന് ഇവിടെ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ അതിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ ഭാഗമായിട്ട് അതിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് 1 ഇയർ വാറണ്ടി, ദിസ് പ്രൊഡക്റ്റ് കംസ് വിത്ത് 1 ഇയർ ലിമിറ്റഡ് മാനുഫാക്ചർ വാറണ്ടി കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ കെയർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഒരു ചെറിയ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കാൻ ആൻഡ് രജിസ്റ്റർ ഫോർ വാറണ്ടി എക്സ്റ്റൻഷൻ ആയി കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചാർജ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കൊടുത്തിട്ടുണ്ട്. MRP ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു സീൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നൈഫ് വേണ്ടി വരുന്നുണ്ട്. നമുക്ക് നൈഫ് എടുക്കാം. സീൽഡാണ്. അത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് ചെറുതാണ്, നമ്മുടെ പടത്തിൽ കാണുമ്പോൾ ഭയങ്കര വലുത് പോലെ തോന്നും. അപ്പോൾ ഒരു ബുക്ക്ലെറ്റ്, യൂസർ മാനുവലുണ്ട്, പിന്നെ പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു വയറും ഉണ്ട്. വയർ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വയർ തന്നെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ ആക്ച്വലി നമ്മുടെ ലൈറ്റ് ഒന്ന് മുമ്പിലേക്ക് ആക്കാം കേട്ടോ, കുറച്ചും കൂടി ക്ലിയർ വരും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിൽ അതിൻ്റെ യൂസർ മാനുവൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, ഇൻട്രൊഡക്ഷൻ, ചൂസിങ് താങ്ക്സ് ഫോർ ചൂസിങ് കാർഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റൻഡഡ് വാറണ്ടി, നമുക്ക് 2 ഇയർ വാറണ്ടി വരുന്നുണ്ട് അതിൽ. എക്സ്റ്റൻഡഡ് വാറണ്ടി നമ്മൾ ആ സ്കാൻ കോഡ് ചെയ്തിട്ട് അവരെ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജിങ് പാഡ് വരുന്നത്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ്, എന്തൊരു പ്ലാസ്റ്റിക് ഇത് വെച്ച പോലെ. പക്ഷേ ഇതിൻ്റെ മേലൊരു ക്ലോത്താന്ന് തോന്നിട്ട് അത് കൊള്ളാം. ഇത് നമുക്ക് ടൈപ്പ് A to ടൈപ്പ് C കേബിളാണ് വരുന്നത്. പക്ഷേ അത്യാവശ്യം വലിയ കേബിളാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ നല്ല ലെങ്ത്തുള്ള കേബിളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കുത്തി നോക്കി വെക്കാം. 15 വാട്ട് ചാർജറല്ലേ. ഞാൻ ആക്ച്വലി നമ്മുടെ കമ്പ്യൂട്ടറിലാണ് കുത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 15 വാട്ട് കിട്ടുമെന്ന് സംശയമാണ്. അപ്പോൾ ഇത് ഭയങ്കര സ്ലിമ്മാട്ടോ. അതിനിവിടെ നമുക്കൊരു പോർട്ടുണ്ട്, കുത്തിയിട്ടുണ്ട്. ലൈറ്റും സംഭവങ്ങളൊന്നുമില്ല. ലൈറ്റ് ഉണ്ട് ഇവിടെ, താഴെ ഉണ്ട്, കണ്ടു ഒരു ബ്ലൂ ലൈറ്റ് നമുക്ക് എത്തുന്നുണ്ട്. അതിപ്പോൾ റെഡ് ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചാർജിങ് മോഡിലേക്ക് കയറിയിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് RAEGRന്റെ കുറേ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ റബ്ബറൈസ് ഉണ്ട്, അതും കൊള്ളാം. ഇവിടെ നമുക്ക് ഹീറ്റ് ഡിസ്പേഷൻ വെൻറ്റും ഉണ്ട്. അപ്പോൾ അത് കൊള്ളാം. നമുക്ക് എന്തായാലും നമ്മുടെ ഫോണൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഐഫോൺ വെച്ച് നോക്കുകയാണ്. അതാ ചാർജ് ആവുന്നുണ്ട് കേട്ടോ. ഇതാ 84% ചാർജ് കയറുന്നുണ്ട്, അവിടെ കയറുന്നുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. നമുക്ക് ഈ ചെറിയ പ്രൈസിൽ നമുക്ക് സുഖമായിട്ട് വാങ്ങിച്ച് വെക്കാം. നിങ്ങൾ വയർലെസ് ചാർജിങ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. നമ്മൾ ഫുൾ ടൈമർ വയർലെസ് ചാർജിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ലതല്ല. ബാറ്ററിക്ക് എന്താ വെച്ചാൽ ഹീറ്റ് കൂടുതലായിട്ട് വരും, പ്രത്യേകിച്ച് നിങ്ങൾ കേസൊക്കെ ഇട്ടുണ്ടെങ്കിൽ. പക്ഷേ എമർജൻസിക്കൊക്കെ നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. ചാർജ് ആവുന്നുണ്ട്, സുഖമായിട്ട് ചാർജ് ആവുന്നുണ്ട്.
പക്ഷേ സാധനം കൊള്ളാട്ടോ. അത് ഞാൻ ഇത്ര പ്രൈസ് കുറവിന് നമ്മൾ ഇത്ര ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ അവരുടെ ബ്രാൻഡഡ് സാധനം വാങ്ങിക്കാണ്ടും ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു 4 മടങ്ങ് കൂടുതലാണ് ശരിക്കും അവരുടെ ബ്രാൻഡഡ് അവരുടെ ആപ്പിളിൻ്റെ മാക്സേഫ് ചാർജറിന്. അപ്പോൾ ഇത് ക്വാളിറ്റി വൈസ് കുറവൊന്നുമല്ല, നല്ല സാധനം തന്നെയാണ് കേട്ടോ. കണ്ണുമൂട്ടി ധൈര്യമായിട്ട് വാങ്ങിക്കാം. പ്ലസ് നമുക്ക് 2 കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ പേര് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആക്ച്വലി നമ്മുടെ ഇതിൽ വാച്ച് നമുക്ക് ചാർജ് ആകുമ്പോൾ നോക്കാം. ഞാൻ എൻ്റെ സാംസങ് വാച്ച് ഒന്ന് ചാർജിങ് വെച്ച് നോക്കട്ടെ കേട്ടോ. സാംസങ് ചാർജറിന് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇത് വയർലെസ് ചാർജിങ് ആണ്. സാംസങ് ചാർജ് ആവുന്നില്ല കേട്ടോ. സാംസങ്ങിൻ്റെ ചാർജ് ആവുന്നില്ല. ഇല്ല, ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല കണ്ടു. സാംസങ്ങിൻ്റെ ചാർജ് ആവുന്നില്ല. അപ്പോൾ ഫോൺസ് ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്പിൾ വാച്ച് ചാർജ് ആവാൻ ചാൻസ് കുറവാണ്. ഇതിനിപ്പോൾ ലേറ്റസ്റ്റ് ഡിവൈസ് ആയത് അല്ലാത്തത് കൊണ്ടാണോ അതോ സാധനം നോർമൽ നമ്മുടെ എല്ലാ ഒരു എന്താ പറയുക കോയിൽ വൈസ് വെച്ചിട്ട് ചാർജ് ആവുന്നതാണ് വയർലെസ് ചാർജിങ് ഒക്കെ. പക്ഷേ നമ്മുടെ ഈ സാംസങ് വാച്ച് എന്താ ചാർജ് ആവാത്തെന്ന് അറിയില്ല. കഴിഞ്ഞാൽ മാഗ്നറ്റിക് അത് കറക്റ്റ് ആ പോയിന്റിൽ എത്താത്തത് കൊണ്ടാണോ, അതിൻ്റെ താഴെ ഫുൾ ഫ്ലാറ്റ് അല്ല അതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ നോർമൽ ചാർജ് ആവേണ്ടതാണ് എല്ലാ ഒരു എന്താ പറയുക എല്ലാ വയർലെസ് ചാർജിങ് ഡിവൈസസുകളും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സംശയമുള്ളവർ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്താൽ മതിട്ടാ. നമ്മൾ ആക്ച്വലി ഇതൊന്നും വെച്ച് നോക്കിയാണ്. പക്ഷേ എന്താ വെച്ചാൽ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഇവിടെ ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട്. അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ചാർജ് ആവുന്നില്ല. അതാണ് ഞാൻ സംശയം പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം.